ഹായ് ഗൈസ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പൈലാണ്, ഇത് സെക്കൻഡ് പൈലാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് സർപ്രൈസസോ നിങ്ങൾക്ക് ഈ ഒരു മന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ദൂരത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വരികയോ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൈൻഡ് ഓഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു മന്ത് നടക്കുന്നതായിട്ടും വൈബ്രേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു പേഴ്സണെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ സോൾമെറ്റ് വൈബ്രേഷനിൽ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ സോൾമെറ്റ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണുമായിട്ട് കുറച്ചും കൂടി ഒരു ദൃഢമുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കാണിക്കുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. സ്റ്റാർ കാർഡ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഹോപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുമോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ് പലപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ സ്വപ്നമാണോ, ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ ഞാൻ ഈ പ്രണയിക്കുന്ന വ്യക്തിയെ എനിക്ക് സ്വന്തമായിട്ട് ലഭിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസിലൂടെ ആയിരിക്കാം നിങ്ങൾ പലപ്പോഴും കടന്നു പോകുന്നുണ്ടാവുക. പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ മൂൺ എനർജിയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് കാണുന്നത്. മൂൺ മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബലം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് തീർച്ചയായിട്ടും ചേരും. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കുമായിരിക്കും, പക്ഷെ അത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ള വൈബ്രേഷനാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ടാവാം. ആ ഒരു സ്വപ്നമെല്ലാം ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ യാഥാർത്ഥ്യമാകും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. എക്സ്പെഷ്യലി യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യങ്ങൾ നേരിട്ടിറങ്ങി നിങ്ങളെ ബ്ലെസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ട്രാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാലയളവുകൾ ഉണ്ടാകും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ആൻഡ് ആ ഒരു വ്യക്തിയും നിങ്ങളുമായി അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു.